നമസ്തേ, ഞാൻ ശിവറാം ബാബുകുമാർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും. ഇപ്പോൾ ഞാൻ പറയുന്നത് ചിങ്ങൻ രാശിയിൽ ജനിച്ചവരുടെ ജൂലൈ 16 മുതൽ ആഗസ്റ്റ് 16 വരെയുള്ള കാലഘട്ടത്തിലെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ചിങ്ങമാസത്തിൽ നമുക്കെല്ലാം അറിയാൻ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. ഈ കൂടാതെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കുറച്ച് നല്ല ദിവസങ്ങളും കടം വിടാനുള്ള മുഹൂർത്തങ്ങളും കൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗ്രഹസ്ഥിതി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബുധൻ ഇപ്പോൾ 12ലാണ് നിൽക്കുന്നതെങ്കിലും ബുധൻ ഉടനെ രാശിയിലിട്ട് വരുന്നുണ്ട്. അത് 2-ൽ കേതുവുണ്ട്, 7-ൽ ശനിയുണ്ട്. അതുകൊണ്ട് കണ്ടേഴ്സിന് സ്ട്രോങ് ആയി കണ്ടിന്യൂ ചെയ്യാണ്. 8-ൽ രാഹുവുണ്ട്. പേരുദോഷം ഉണ്ടാകാതൊക്കെ ശ്രദ്ധിക്കണം. 10-ൽ ചൊവ്വയും വ്യാഴവുമുണ്ട്. കൂടാതെ 12-ൽ രവിയും ശുക്രനുമുണ്ട്. രവിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മെയിനായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്, മാസഫലങ്ങൾ പറയുന്നത്. ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ അത്ര ഒരു അനുകൂലമായൊരു മാസമല്ല ഇത്. എന്നാൽ അത്ര പ്രതികൂലം എന്ന് പറയാൻ പറ്റില്ല. അതിൽ കഴിഞ്ഞ മാസത്തിനേക്കാളും അതേപോലെ ചെറിയൊരു സ്വാധീനക്കുറവ് നമുക്കുണ്ടാവും ഈ മാസം എന്നാണ് പറയുന്നത്. അതെന്താ കാര്യം? ഫൈനാൻഷ്യലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസ അങ്ങോട്ടൊന്ന് കൊടുക്കേണ്ടി വരും പലർക്കും, അല്ലെങ്കിൽ നഷ്ടങ്ങൾ വരും കയ്യിലുള്ള കാശൊക്കെ. അപ്പോൾ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ വളരെ ശ്രദ്ധിക്കേണ്ടിരിക്കുന്നു. സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ കയ്യിലുള്ള കാശൊക്കെ പോകും. അത് പിക്ക് പോക്കറ്റിങ്ങോ അല്ലെങ്കിൽ വേറെ ചില ഇപ്പോൾ ഒരുപാട് കളിപ്പീരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഓൺലൈൻ തട്ടിപ്പുകളും ഒക്കെ ഉണ്ട്. അതിലൊന്നും പോയി വീഴാതെ വളരെ ശ്രദ്ധിക്കുക. കാര്യം 12-ലാണ് രവി നിൽക്കുന്നത്. 2-ാം ഭാവം അതിൽ 12 നിൽക്കുകയാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ശുക്രനൊക്കെ 12 ഇപ്പോൾ 1-ലോട്ട് വരും. അപ്പോൾ ഈ ഉള്ള ആഗ്രഹങ്ങൾ വരും. നമ്മൾ ആരെങ്കിലും പുകഴ്ത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ വീണ് പോവും. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് വരുന്നത്. കാര്യം 10-ൽ വ്യാഴവും ചൊവ്വയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ വളരെ സുപ്പീരിയറാണ്, സുപ്രീമാണ്, നമ്മളെ ഭരിക്കാൻ ആരുമില്ല എന്നൊക്കെ തോന്നും. വളരെ നയപരമായിട്ട് മൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറയും, മോശം പറഞ്ഞ ആൾക്കാർ വഹിച്ചുകൊണ്ട് പോകും. അത് പ്രൊഫഷണലായാലും ശരി തന്നെ, ഫൈനാൻഷ്യലായാലും ശരി തന്നെ, പേഴ്സണൽ ലൈഫിലായാലും ശരി തന്നെ, ഫ്രണ്ട്സ് തുടങ്ങിയവരുടെ ഒന്നും വലിയ സഹകരണം നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ വളരെ സ്വല്പം ശ്രദ്ധിച്ച് സ്വാർത്ഥനായി ജീവിക്കുക. ഈ വരുന്ന ഒരു മാസം പരിപൂർണമായിട്ട് സ്വാർത്ഥനാവണം. ഒരു പൈസ ആരും കൊടുക്കരുത്. ആരെയും നീ വലിയ അതെ ഞാൻ സ്വാർത്ഥം തന്നെ എന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ചാലേ ഈ മാസം കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. സ്ത്രീകൾക്കും അങ്ങനെ തന്നെ. അവരൊക്കെ പറയണം ഞാനൊക്കെ സ്ട്രോങ് ആണ്, എന്നെ അങ്ങനെ വീഴ്ത്താനൊന്നും നോക്കണ്ട എന്നുള്ള മട്ടിൽ തന്നെ നിൽക്കണം. സ്ത്രീ ആയാലും പുരുഷനായാലും പ്രേമിക്കുന്നവരായാലും എല്ലാം ടഫായിരിക്കും. ഈ മാസം എപ്പോൾ ടഫായിരിക്കും. അപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വീഴാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. സീനിയർ സിറ്റിസനെ സംബന്ധിച്ചിടത്തോളം വളരെ വീണ്ടും കഴിഞ്ഞ മാസം പറയാൻ ഇപ്പോഴും പറയുന്നു, അവർ കുളിമുറിയിലോ എവിടെയെങ്കിലുമൊക്കെ വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. കണ്ടേഴ്സിന് സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്. 8-ൽ ഇതുണ്ട്. അപ്പോൾ വീണ് മാത്രമല്ല നമ്മുടെ നിന്നൊരു ചെറിയൊരു ഫാൾട്ട് വന്നാൽ മറ്റുള്ളവരൊക്കെ നമ്മൾ ഒരുപാട് കൂട്ടും. അങ്ങനെ അടുത്ത് പറഞ്ഞല്ലേ, അങ്ങനെ കേൾക്കാതെ കറങ്ങി നടക്കുന്നല്ലേ, അല്ലെ അവർ പറഞ്ഞല്ലേ, അവർക്ക് മര്യാദയ്ക്ക് ഇരുന്നൂടെ, അവർക്ക് ആരും വരെ ജോലി ചെയ്യാൻ, ഇങ്ങനെയൊക്കെയുള്ള 8-ൽ രാഹു നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള വഴക്കുകളും കൂടെ നമ്മൾ കേൾക്കേണ്ടി വരും. നമുക്കാണ് സീനിയേഴ്സിനാണ് പരുക്ക് പറ്റിയെങ്കിലും വഴക്കും കൂടെ നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കൊണ്ട് ശ്രദ്ധിക്കണം. ഹെൽത്ത് പരമായൊന്നും അത്രയായിട്ട് നല്ല സമയമൊന്നും അല്ല. ഇനി അടുത്ത മാസം വരുന്ന വേറൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ കർത്തവാവാണ്. കർത്തവാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്രാവശ്യം കർത്തവാവ് കർക്കിടകവാണ്. എന്താണ് കർത്തവാവിൻ്റെ പ്രത്യേകത? ബന്ധങ്ങൾ, മനസ്സ്, മാതാവ്, പാരമ്പര്യം തുടങ്ങിയവയുടെ കാരകസ്ഥാനമാണ് കർക്കിടകം. ആ കർക്കിടകൻ രാശിയിൽ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് വരുന്ന ദിനമാണ് അമാവാസി ദിനം. ഇപ്രാവശ്യം വരുന്നത് 3-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം തുടങ്ങി 4-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം വരെ ഈ അമാവാസി നിൽക്കും. ഈ സമയത്താണ് നമ്മൾ ബലിയിടുന്നത്. എന്താണ് ബലിയുടെ പ്രത്യേകത? നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി ആ ബലിയിടുകയാണ്. ആ പിതൃക്കളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ മക്കളും കൊച്ചുമക്കൾക്ക് വരുമോ ഇല്ലയോ എന്നുള്ളൊരു മട്ടിൽ അവർ ആകാംക്ഷയോടെ ഇരിക്കുന്നു എന്നാണ് നമ്മുടെ പാരമ്പര്യ സങ്കല്പം. അപ്പോൾ അന്ന് പോയി ബലിയിടുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? പിതൃക്കളെ പ്രാർത്ഥിക്കേണ്ട ഞാൻ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബലി അർപ്പിക്കേണ്ടത്. അർപ്പിച്ച് കഴിഞ്ഞാൽ എന്താണ് അവരോട് പറയേണ്ടത്? എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണം എന്ന് പിതൃക്കളോട് അപേക്ഷിക്കണം. അവർ സംതൃപ്തമായി അവരെ അനുഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന ഒരു വർഷം നിങ്ങളുടെ ജീവിതം വളരെ സമ്പുഷ്ട സന്തോഷകരമായിരിക്കും. കാര്യം പിതൃക്കളുടെ അനുഗ്രഹം ലോകത്തുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് നമ്മുടെ ഭാരതീയ സങ്കല്പം കണക്കാക്കിയിരിക്കുന്നത്. അതേപോലെ ഈ കർത്തവാവ് സമയത്ത് മറ്റുള്ള അസുഖങ്ങളൊക്കെ സ്ത്രീകൾക്ക് വരാം. മെൻസസ് സംബന്ധമായ അസുഖങ്ങൾ, ഗോയിറ്റർ, തൈറോയിഡ്, മൈഗ്രെയിനൊക്കെ ഉണ്ട്, അതൊക്കെ വരാം. അത് ചൂട് രാശിയാണ്. ചൂട് രാശി വരുമ്പോൾ മൈഗ്രെയിൻ വരും.
ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. വയറ് സംബന്ധ ദിവസങ്ങൾ വരാം, ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത് ടെമ്പററി ആണെന്ന് കണ്ടാൽ മതി, ഒരുപാട് പാനിക്കാകേണ്ട ആവശ്യം അതിനകത്തില്ല. ഇനി ഞാൻ കുറച്ച് നല്ല ദിവസങ്ങൾ പറയാം ഈ മാസം വരേണ്ട. വല്ല വാഹനങ്ങൾ മേടിക്കാനോ, ക്രയവിക്രയങ്ങൾ ചെയ്യാനോ, കരാറുകൾ ഒപ്പിടാനോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു മേലധികാരിയെ കാണാനോ, അല്ലെങ്കിൽ ക്ലയൻറ്റ് മീറ്റിങ്സ് അറേഞ്ച് ചെയ്യാനോ ഒക്കെ നല്ലൊരു ദിവസമാണ്. ചിങ്ങത്തെ സംബന്ധിച്ചിടത്തോളം ഈ മാസം 21, 22, 24, 31 ഇത്ര ദിവസമുള്ള 21, 22, 24, 31 ഈ 4 ദിവസങ്ങൾ കൊള്ളാം. പിന്നെ അടുത്ത മാസം 1, 2, 7, 11, 12 1, 2, 7, 11, 12 ദിവസങ്ങൾ കൊള്ളാം. ഇനി ഞാൻ പറയുന്നത് കുറച്ച് മുഹൂർത്തങ്ങളാണ്. കടം വീടാനുള്ള മുഹൂർത്തങ്ങളാണ്. കടം വീടാനുള്ള മുഹൂർത്തങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മുമ്പ് ഞാൻ പല പ്രാവശ്യം പറയിട്ടുള്ളതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം അതിൻ്റെ മുഹൂർത്ത സമയങ്ങൾ മാത്രമേ ഞാൻ പറയാം. ജൂലൈ മാസം ഈ മാസം 17-ാം തീയതി ഉച്ചയ്ക്ക് 2:45-നും 4 മണിക്കും മധ്യയുള്ള സമയം അനുകൂലമാണ്. 2:45-നും 4 മണിക്കും മധ്യേ. പിന്നെ 20-ാം തീയതി ശനിയാഴ്ച രാവിലെ 6:15-നും 8 മണിക്കും മധ്യയുള്ള സമയം അനുകൂലമാണ്. അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് 12:15-നും 1:30-നും മധ്യയുള്ള സമയവും വളരെ അനുകൂലമാണ്. 27-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 12-നും 1:30-നും മധ്യയുള്ള സമയം അനുകൂലമാണ്. 3-ാം തീയതി 3:08-ന് ഉച്ചയ്ക്ക് 11:30-നും 1 മണിക്കും മധ്യയുള്ള സമയം അനുകൂലമാണ്. 10:08-ന് ശനിയാഴ്ച 11 മണിക്കും 12:30-നും മധ്യയുള്ള സമയവും വളരെ അനുകൂലമാണ്. ഈ സമയത്ത് നിങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്താലും മതി, അല്ല ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കുറച്ചെങ്കിലും ഒരു ഷെയറെങ്കിലും ഒരു അഡ്വാൻസ് എങ്കിലും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിമുക്തമാകാൻ പറ്റും എന്നാണ് ആചാര്യൻ പറയുന്നത്. അപ്പോൾ പൊതുവേ ഈ മാസം വലിയൊരു കുഴപ്പമില്ലാതെ കൊണ്ടുപോകണം. വളരെ നയപരമായിട്ട് പെരുമാറണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും പോയി ചാടരുത്. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തലക്കനവും കാര്യമൊക്കെ കയ്യിൽ മടക്കി വച്ചിട്ട് നിങ്ങൾ ഒരു വാട്സപ്പ് ഒരു ഹമ്പിളായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസം നിങ്ങൾക്ക് ഭംഗിയായിട്ട് പോകാൻ പറ്റും. എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നു. നന്ദി, നമസ്കാരം.